ഗുഡ് മോർണിംഗ്. ഇന്ന് കുറേ നാളിന് ശേഷമാണ് നേരത്തെ എണീറ്റത്. ഇന്ന് വേദക്കുട്ടിനെ ആദ്യമായിട്ട് അംഗനവാടി പോകുന്ന ദിവസമാണ്. സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, രണ്ടിൻ്റെ ഇടയിലുള്ളൊരു ഇമോഷണൽ ഒരു സ്ഥാനത്തിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് ഞാൻ കുളിച്ച് റെഡി അനിയൻ്റെ പി ടിക്ക് പോകണം. പി ടിക്ക് ഇവന്റെ ഞാനത് കേൾക്കാൻ ബാക്കിയില്ല ഗൈസ്. ഇവന്റെ സാർ എന്തൊക്കെ പറഞ്ഞറിയാം. ഇത്രയും മോശപ്പെട്ടൊരു ചെറുക്കനായിരുന്നു ഇവൻ. മോശപ്പെട്ട മീൻസ് അറ്റൻഡൻസ് ഇല്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 9:30 വേദിക്കുട്ടൻ എണീറ്റിരിപ്പുണ്ടായിരുന്നു. അങ്കമാടിപ്പാ കരയുവോ? ചുമ്മാതാണോ? അത്ര നീക്കിയാറിയക്കളെ. കുളി കഴിഞ്ഞു, ബനാന തിന്നുന്നു. ഇവിടെ അമ്മ വിഷ് ചെയ്യൂ. പിന്നെ പിഷല്ലടാ, വിഷ് ചെയ്യുന്നു. അയക്കാട്ടിക്കൊണ്ട് വരണം കേട്ടാ, അയക്കാട്ടിക്കൊണ്ട് വരണം ഉടുപ്പ്. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? സുന്ദരനാണോ? കട്ടായിട്ടുണ്ട്. ഏതെന്ത് തിന്നുന്നേ? എന്താ കഴിക്കുന്നേ? പ്ലീസ് 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 ശബ്ദം വേണ്ടേ. നാളത്തോട് ഞാൻ നല്ല വഴക്ക് പറഞ്ഞായിരിക്കും വിടുന്നത്. നോക്കോ, ഇങ്ങോട്ട് വേണം അങ്ങോട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഇഷ്ടമാണ് ഇഷ്ടമാണ്. അവിടെ കൊണ്ടുപോയി ടീച്ചർ അവിടെ നിന്ന് വേറെ ബുക്ക് കേട്ടോ. അത് കൊണ്ടുപോകണ്ട, അതൊന്നും കൊണ്ടുപോകില്ല. ടീച്ചർ ഇത് ചോദിച്ചിട്ട് കളാവോ 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 എവിടാ തൊട്ടോടാ വീട്ടിനടുത്ത് തന്നെ വിഷ്ണുണ്ണും ഞാനും പഠിച്ച അംഗനവാടിയിലാണ് വേദവും പഠിക്കുന്നത്. അംഗനവാടി വിടണോ വേണ്ടയോ അല്ലെങ്കിൽ വല്ല നേഴ്സറിയിലോ അങ്ങനെ ആക്കുക, അതൊന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് അംഗനവാടിയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെ ആശാനെ ആക്കിയിട്ട് ഞാൻ എന്തായാലും തിരിച്ചു പോവാണ്. സങ്കടമൊക്കെ ഉണ്ട്, ബട്ട് വീട്ടിലോട്ട് വന്നപ്പോഴാണ് അവൻ്റെ ഒരു ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ പ്രസവിച്ച് ആദ്യം കൈ തരുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോത്തില്ലേ, അത് കണക്കൊരു സാധനമായിരുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. എന്തോ ഒരു സങ്കടം വന്നു. ഞാൻ എന്താണ്ട് ഇതിനകത്ത് കുറേ കിടന്ന് ബ്ലാ പറയുന്നുണ്ട്, പക്ഷേ അമ്പലത്തിൻ്റെ വായനയുടെ സൗണ്ട് എന്നൊക്കെ കൊണ്ടോ ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവനെ അംഗനവാടി ആക്കിയിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോവാം, അവനൊന്ന് പെട്ടെന്ന് അംഗനവാടി പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നെങ്കിലും പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം മനസ്സിലായത്. ഇനി ഇതിനകത്ത് അവനൊരു തിരിച്ചറിവില്ലല്ലോ അല്ലേ. അതായത് പഠിക്കാൻ പോകാൻ തുടങ്ങുകയാണ്, അവനെ അംഗനവാടി പഠിപ്പിച്ചോ ഇല്ലയോ, പക്ഷെ അവൻ പഠിക്കാൻ പോകുന്നൊരു സാധനം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇനി അവൻ എത്ര +2 ഡിഗ്രി എന്താണെന്ന് അറിയത്തില്ല, ദിവസമാഴ്ച എവിടെ വരെ എത്തോ എന്തോന്നൊന്നും ആർക്കും അറിയാൻ പറ്റൂല. എന്തായാലും അവൻ ആ ഒരു ലൂപ്പിൽ പെട്ടിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് അമ്മയൊക്കെ വന്നതുകൊണ്ട് ഒരു ബോറടിയോ സങ്കടമൊന്നും തോന്നില്ല. ഞാനും അത്തക്കുഞ്ഞിയും കൂടി എൻ്റെ തൊപ്പിയുമായിട്ട് അവരെ വിളിക്കാൻ പോവാ. എന്താടി ഞാൻ വെളുത്തുള്ളി, ഞാൻ അവിടുത്തെ പറയുകയും ചെയ്ത് വെളുത്തുള്ളിയുടെ സ്മെല്ല് പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ വരത്തില്ലെന്ന്.
അയ്യോ വെളുത്തുള്ളി എടുത്താ എന്നാ പോവാൻ പറ ടീച്ചറിന്റെ അവിടെ നിന്നോ കേട്ടാ. എന്തിനാ പോവാൻ പറഞ്ഞേ? പൊയ്ക്കൊള്ളാൻ പറ. ഇതോ പൊന്നെ ഉറങ്ങുന്നുണ്ടോ? പോയി ഉറങ്ങ. ഉറങ്ങാൻ പാടാ. കഴിച്ചല്ല. ആ കഞ്ഞി വെച്ച്. അവനാണ് ഇവിടുത്തെ. ടാറ്റ കൊടുക്ക്. നാളെ വരണ്ടല്ലേ? എന്റെ അടുത്ത് പറയുന്നേ അവൻ പോവാൻ. എന്താ ഏത് പാട്ടാ പഠിപ്പിച്ചേ? അതേത് പാട്ടാ? കാട്ടുമുട്ടോ? എന്ത് നാക്കമുക്കല്ലാണോ? നാക്കമുക്കല്ലാണോ? ഏത് പാട്ടാ അത്? പഠിച്ചോന്ന് പഠിച്ചോ.